ഷെഫ് മാറിയിട്ട് ഇന്ന് ഒരു നേരത്തെ ഫുഡ് പോലും കിട്ടിയിട്ടില്ല. എല്ലാവരും സംഭാവന ചെയ്ത് ഈ ചെറുപയറെന്ന് അഭ്യർത്ഥിക്കുന്നു, താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. അതിൽ കഴിവുള്ള ഒരാളെ മാനേജറായി തിരഞ്ഞെടുക്കുന്നതാണ്. ചായ തരാൻ പറഞ്ഞ പറ്റിച്ചു ഗൈസ്. സേവ് ചെയ്ത് ഗിവ് മീ പീസ്, ഐ നീഡ് പീസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ 6 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ പ്രാക്ടീസിന് പോകണോ. ഇപ്പോൾ അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷം ഇറങ്ങുന്നത്. ഇനി കൂട്ടുക കുറേ നാളുകൾക്ക് ശേഷം കളി കണ്ട് ഞാനെല്ലാം പഠിക്കാം. നോക്കാം ബോള് എത്രമാത്രം ബാഡായിട്ട് നോക്കാം. ഫിയാൻസ് ആർ വെയിറ്റിംഗ് ഡൗൺ. 6:10 പ്രാക്ടീസ്. പെട്ടെന്ന് പ്രാക്ടീസ് സെഷൻ. അപ്പോൾ ഗൈസ് ക്യാമ്പും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതേ ഇന്നത്തെ ക്യാമ്പ് എങ്ങനെയാ? ക്യാമ്പ് അടിപൊളി, പക്ഷേ ആങ്കിള് പെയിനുണ്ട്. ഐസ് പാക്കെല്ലാം ഒന്ന് വെച്ച് നോക്കണം, അറിയില്ല. ഇഞ്ചുറി കൂടുതലാന്ന് വിശ്വസിക്കാം. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ റൂമിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ടൊന്ന് കഴിക്കാൻ വിചാരിച്ച്. എന്നാൽ അവിടെ പോയിട്ടൊന്ന് കഴിക്കുന്നത് തീരുമാനിച്ചിട്ടില്ല, നോക്കാം. മസാല ദോശ കിട്ടുമെങ്കിൽ മസാല ദോശ. ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റൂ. ഇന്നലെ രാത്രി ചായ ഉണ്ടാക്കി തരുമെന്നുള്ള മറ്റു വാക്ക് വന്നിട്ട് അപ്പാട് ചാമ്പി എടുത്തതാ. എന്നാ ഇന്നലെ ടയേർഡ് രാവിലെ പറയുമ്പോൾ ഇന്നലെ ഇതാക്കിട്ടേ ചായ ചായ തരാൻ പറഞ്ഞ പറ്റിച്ചു ഗൈസ്. ഇന്ന രാവിലെ നോക്കുമ്പോ ഉണ്ട് ചായക്ക് വെള്ളം ഇട്ടിന്, ചായപ്പൊടി കിട്ടിന്. അപ്പോഴേക്ക് സാറ് വിളിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. പാടിട്ടിട്ട് ഡെഡിക്കേഷൻ. പക്ഷേ ഫ്രീ വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഇനി ചായ കളിക്കുന്നതിന് മുന്നേ കിട്ടാത്തതിന് അതിൻ്റെ പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ കിരൺ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ചായ കുടിച്ചില്ല, ഒരു ചായ കുടിച്ചിട്ട് മാത്രമേ കൂട്ടാൻ വരുവാന്ന് രീതി. പക്ഷെങ്കിൽ ഇവനെ പോലത്തെ ഒരു ഭയങ്കര ചായ പ്രാന്തനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവന് ഏത് നേരം നോക്കിയാലും ചായ എന്നുണ്ടാവുക. രാവിലെ വർക്കൗട്ടിന് മുന്നേ ഒരു ചായ, വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ചായ, പിന്നെ ഉച്ചക്കൊന്ന്, പിന്നെ വൈകുന്നേരം വർക്കൗട്ടിന് മുന്നേ, പിന്നെ അതിന് ശേഷം ഫുള്ള് ചായയല്ല ജീവിതം അല്ലേ. ചായ ഉണ്ടെങ്കിൽ എനർജി ഉള്ളു. എല്ലാവരും ചായ കുടിക്കുക. നിങ്ങളോട്ടത്തിലുണ്ടാവില്ല ഇതേപോലത്തെ ഒരു ചായ പ്രാന്തേ. ഓനൊന്ന് ജസ്റ്റ് ഒന്ന് അയച്ചെടുത്ത് വീഡിയോ. അപ്പോൾ അതേ എന്നാ ഓർഡർ ചെയ്തേ? മസാല ദോശ. കുറച്ച് ഒച്ചത്ത് പറ. മസാല ദോശ. അപ്പോൾ നമ്മളൊന്നും വന്നിക്കില്ല, എല്ലാം വന്നിട്ട് ഏറ്റവും കഴിച്ചിട്ട് കാണാം. അപ്പോൾ അതേ ഇത് എത്ര ദിവസമായത്? 3ാമത്തെ. 11ാമത്തെ 3-4 ചായ നമുക്ക് വരുന്ന ക്ലാസ് ഇവരായിരുന്നു. ഇതോ അതുകൊണ്ട് ഇതിൽ നമ്മൾ പറഞ്ഞിട്ട് ഫുള്ള് വാങ്ങി ചായ. ഇതിൽ തന്നെ 2-3 കുടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ആവില്ല. നാട്ടിൽ നിന്ന് നമ്മൾ വലിയ ക്ലാസ്സിൽ 2 വട്ടം ചായ പിടിക്കും. അപ്പോൾ ഇവിടുന്ന് നടക്കുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പ്രാക്ടീസിന് പോവാണ്. ഞാനിന്ന് ചെയ്യുന്നില്ല, എനിക്ക് ചെറിയൊരു ഇഞ്ചറി പോലെ വരുന്നുണ്ട്. അതേത് എന്നാ ഇന്ന് കുറച്ച് ബോൾ ജഗ്ലിങ്, പിന്നെ കുറച്ച് ബോൾ മാസ്റ്ററി, പിന്നെ പാസിങ്, ഓപ്പണിങ് പാസ് ഓപ്പൺ ചെയ്യുന്നതും കൂടി ചെയ്യണമെന്നുണ്ട്. ഫസ്റ്റ് ടച്ച് എടുത്തിട്ട് നോക്കാം, അത് നടക്കുമെന്ന് അറിയില്ല. പക്ഷേ ബോൾ ജഗ്ലിങ്ങും ബോൾ മാസ്റ്ററി എന്തായാലും ചെയ്യും. ഇന്നിൻ്റെ ഫാൻസ് ഉണ്ടോ അവിടെ? ഉണ്ടാവണ്ടെന്ന് വാങ്ങിയാണ്. ഇന്നലെ പ്രാക്ടീസും നടന്നിട്ടില്ല. ഇന്നലെ നോക്കുമ്പോൾ ചെറിയ കുറേ പിള്ളേരുണ്ട്. അതിന് മറ്റേ കടന്നതിൽ മറ്റേ കൂട് ഇതാക്കൂലേ പൊതിയിൽ, അതേപോലെ എവിടെ പോയാലും ആൾക്കാരെ കൊണ്ട് ഫാൻസാ ശല്യമായി മാറിയിട്ടുണ്ട്. പൊതുസ്ഥലത്ത് വെച്ച് കണ്ടാൽ ആരും കൂട്ടം കൂടാതിരിക്കുക, പൊതുശല്യം ഉണ്ടാക്കാതിരിക്കുക. റിക്വസ്റ്റ് കൊടുക്കുക എല്ലാവർക്കും. ദയവ് ചെയ്ത്
Give me peace. I need peace. ഋഷി അദ്വൈതിൻ്റെ ഫാൻസിനെ പറ്റിയിട്ടെന്നാ പറയണല്ലേ? അദ്വൈതിനോട് വലിയ ഫാൻസ് ഉണ്ട്. അവൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണമെന്ന് പറയുന്നുണ്ട്. അവനോടൊന്നും ഇങ്ങോട്ട് ചോദിച്ചു. ഇന്നലെ ഫോണിൽ പുകയുന്നുണ്ടെങ്കിൽ എന്നാ പറയല്ലേ? പുതിയൊരു മാനേജർ എത്തിടുന്നുണ്ട്. കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അതിൽ കഴിവുള്ള ഒരാളെ മാനേജറായി തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു അടിപൊളി സാലറി പാക്കേജാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഉച്ചക്ക് ഇന്ന് കരാട്ടെ പിള്ളേർ ഗ്രൗണ്ടിലുണ്ട് ഗൈസ്. കരാട്ടെ ഫാൻസ് ഇനി കരാട്ടെ ഫാൻസ് ആയിരിക്കും. പിന്നെ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല. രാവിലെ നമ്മൾ കഴിച്ചു, ലേറ്റായിപ്പോയി. രാവിലെ നമ്മൾ കഴിച്ചു, അപ്പോൾ ഫുഡ് കഴിച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഉച്ചക്കൊന്നും കഴിക്കേണ്ട വിശപ്പുണ്ടായിട്ടില്ല. ഇപ്പോൾ ആളെ റൂമിൽ വെള്ളമില്ല. ഇനി രാത്രി ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് പൈസ ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. പക്ഷേ മാനേജറായി വരുന്നവർക്ക് അടിപൊളി സാലറി പാക്കേജ് തരുന്നു. എന്താ ആരെ സംഭാവന ചെയ്തിട്ട് സഹായിക്കണോ? സാലറി പാക്കേജ് സാലറിക്കാ അല്ല, ഇപ്പോൾ രാത്രി ഫുഡ് കഴിക്കണ്ടേന് എല്ലാവരും പൈസ ഡൊണേറ്റ് ചെയ്യുക. നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. എല്ലാവരും സംഭാവന ചെയ്ത് ഈ ചെറുപയറൊന്ന് അഭ്യർത്ഥിക്കുന്നു, താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. അതെ, നമ്മളെ കുറേ ആൾക്കാർ ഇങ്ങനെ സബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട്. അവരോട് എന്താ പറയണ്ടേ? ആരും സബ് ചെയ്യണ്ട. നല്ല ക്വാളിറ്റി വീഡിയോ ഉള്ള മറ്റൊരു ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, ബൈ. പാർത്തിനെ പറ്റി എൻ്റെ അഭിപ്രായം? പാർത്ത് നമ്മളെ ഒരു പ്ലെയറുണ്ട്, മഹാരാഷ്ട്രയാണ്. അവനവൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് പോയിരിക്കുകയാണ്. അവനുണ്ടെങ്കിൽ ഫുഡെല്ലാം അവൻ കറക്റ്റ് ഉണ്ടാക്കി കൈമേൽ കൊണ്ടുത്തരും. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. പാർത്തിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മിസ് യു പാർത്ത്. ഈ വീഡിയോ പാർത്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കം ബാക്ക് ഫാസ്റ്റ്. നോ പ്രോബ്ലം. ഇല്ല, ഇനി ഓന അങ്ങോട്ടേക്ക് വിടുമ്പോൾ എന്തെങ്കിലും പറഞ്ഞത് ഇങ്ങോട്ടേക്ക് തിരിച്ച് എന്താന്നല്ലേ? No problem. Yesterday also same problem. You can. അതേ, ഫാൻസിനൊന്നും കാണുന്നില്ലല്ലോ. 3 മണിക്ക് വരുന്ന പറഞ്ഞു. എങ്ങനെ? അപ്പോൾ ഗായ്സ്, ഋഷിക്ക് വീഡിയോസ് എടുത്ത് കൊടുത്തോണ്ട് എനിക്കിന്ന് ചായ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മേടിച്ച് തരില്ലേ? ആലോചിക്കോ. പോടാട് മേടിച്ച് തരും. ഇതാക്കിയേ തെറ്റ് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഇന്നലെ രാത്രി ഗുജറാത്തി ചായ എനക്ക് വാങ്ങിച്ചെന്നെ ഗുജറാത്തി ചായ വാങ്ങിക്കുന്നില്ല, ഉണ്ടാക്കുന്നേ ബുക്കുന്നേ എന്നാ വേണ്ട. ഇനി പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഋഷി, എങ്ങനെയാണ് എൻ്റെ വീഡിയോഗ്രാഫ് നന്നാപകടേനു. ഞാൻ കുറച്ച് പറഞ്ഞു വന്നോണ്ട് കുറച്ച് വൃത്തി. ഇനി വരും ദിവസങ്ങളിൽ ഇമ്പ്രൂവ് ആവണം. അത് എടുക്കാൻ കഴിവ് വേണോ? അതെനിക്കുണ്ട്. എടുക്കാനുള്ള കഴിവില്ല, ആക്കി തന്നെ പറഞ്ഞു തരുമ്പോ എല്ലാരും നന്നാവും. ഒരുത്തന്നെ ഇത് എക്സാമ്പിൾ. ആദ്യം ഇവിടെ എല്ലാ കഴിവുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ. വീഡിയോ, കുക്കിങ് എല്ലാം എനിക്ക് മാത്രമേ ഉള്ളൂ. തിന്നാനുള്ള കഴിവ് മാത്രമേ ഇങ്ങനെ. അതെ, എൻ്റെ ഫാൻസുകൾ ഇന്ന് വരാത്തതിന് സങ്കടമുണ്ടോ? സങ്കടമില്ല. ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ടോ? ഫുൾ മെസ്സേജ്. റിപ്ലൈ കൊടുക്കാൻ ടൈം കിട്ടുന്നില്ല. ഓൺലി ഫോക്കസാ. ഇപ്പം അരമണിക്കൂർ ഒരു ദിവസം റിപ്ലൈ കൊടുക്കാൻ മാറ്റി വെച്ചിട്ടാണ്. എന്നിട്ട് തീരുന്നില്ല. അപ്പോൾ
ഋഷി പറഞ്ഞ പാലിച്ചിട്ടുണ്ട്. വാക്ക് മാത്രം പറഞ്ഞില്ല. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നതാണ്, വാക്ക് മാത്രം പറഞ്ഞില്ല. അപ്പോൾ ഗൈസ് ഇപ്പോൾ രാത്രി നമ്മൾ റൂമിലുണ്ടാക്കാണ്ട് ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കാൻ വെച്ച്. റൂമിൽ വെള്ളമില്ല, അതായത് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ മോട്ടർ ഇട്ടിട്ട് അങ്ങനെ വരുത്തിക്കാൻ കഴിക്കാം. ഇതിപ്പോൾ ഓരോ ടാങ്കിയിൽ മറ്റേ വണ്ടിയെല്ലാം വന്നിട്ട് അങ്ങനെ എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കാണ്ടിരുന്നാലും നമ്മളെ ഉള്ളിലെ കുക്കിൻ്റെ ഇതെല്ലാം അങ്ങ് മറന്നു പോവാം. ഷെഫെല്ലാം മാറിയതേനു. ഇനിയിപ്പോ ഷെഫ് മാറിയിട്ട് ഇന്ന് ഒരു നേരത്തെ ഫുഡ് പോലും കിട്ടിയിട്ടില്ല. അതാണ് ഈ ഷെഫിൻ്റെ ഗുണം. 2 ദിവസം 3 നേരത്തെ ഫുഡ് ഞാൻ ആക്കി, ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പം വന്നേരം ഒരു ഫുഡും കിട്ടുന്നില്ല. ഇതേപോലെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. അല്ല, ഇതിങ്ങനെ ഉണ്ടാക്കാണ്ട് നിന്നാൽ എൻ്റെ ഉള്ളിലുള്ള ഷെഫ് പിള്ളേരുടെ ഈ കൈ ഒന്ന് പോയി പോവാം. അവർക്കും പോകില്ല. എന്താ പറയുക, കൈപ്പുണ്യം എന്ന് പറയില്ലേ, അതൊരിക്കും പോയില്ല. അല്ല, എൻ്റെ ചായ ഇപ്പോൾ കിട്ടുക. എൻ്റെ ചായ ഇന്നിപ്പം റൂമിൽ വെള്ളമില്ല, അതുകൊണ്ട് ചായ ആക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് ഇന്നൊക്കെ നിർത്തി എനിക്ക് ഈ ഒരു കഴിവ് പ്രകടിപ്പിക്കേണ്ട സാഹചര്യം ഒരു കിട്ടുന്നില്ല. സാഹചര്യം തുറന്നു വരുന്നില്ല. ഇന്നലെ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ട്, പ്രകൃതി എനിക്കെതിരാന്ന് തോന്നുന്നല്ലേ. ക്ഷീണമുള്ളതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ അവസ്ഥ ഇപ്പോൾ വെള്ളമില്ല. അതൊക്കെ എൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒന്നും പറ്റുന്നില്ല. ഒരവസരം കൊടുക്കാരെങ്കിലും ഒന്നും പറ്റുന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്നാ അവിടെ പോയിട്ടൊന്ന് കഴിക്കുന്നത് എന്നാ ഉള്ള അറിയില്ല. 100 റുപ്യ കഴിഞ്ഞില്ല, കിട്ടുന്നത് തിന്നും. അതിലൊരു ചായയും ഉണ്ടാവും. വേറെ ഇവിടെ ഒന്നും കിട്ടൂലെന്ന് തോന്നുന്നു. ഇഡലി അങ്ങനത്തെ എല്ലാം കിട്ടും തോന്നുന്നു. ബിരിയാണിയെല്ലാം 160 തോന്നുന്നു അന്ന് നിന്നെടുക്കാം. താലിക്കും താലിയ അതിനും 170. വേറെ ഫുഡൊന്നുമില്ല, കിട്ടുന്നതൊന്നും ഒരു ചായയും. ചായ മെയിനല്ലേ, ചായ മെയിൻ. അപ്പോൾ നമ്മൾ വന്ന സമയം നല്ലൊരു സമയമായതുകൊണ്ട് ഒരു കുഷ്ക്ക് 2 വെജ് ബിരിയാണി. എന്താ പറയുന്നത്, ചിക്കൻ്റെ ചിക്കൻ 65, പക്ഷേ ചിക്കൻ ബിരിയാണി വിചാരിച്ചിട്ട് നമ്മൾ വന്നത്. പക്ഷെ അതൊന്നും കിട്ടിയില്ല. എനിക്ക് കുഷ്കല്ല ഇട്ടേ. ഞാൻ ഹാപ്പിയാണ്. നിങ്ങളോ? നിങ്ങളുടെ അഭിപ്രായം രേഖ. നമ്മളെ അഭിപ്രായം വളരെ നല്ലതാണ്. എല്ലാവരും വെജ് ബിരിയാണി കഴിക്കാം. ചിക്കൻ ബിരിയാണി കാട്ടും നല്ല വെജ് ബിരിയാണി. അത് കണ്ണിന് വെള്ളം തളിച്ചിട്ട് ചിക്കൻ 65 ഉണ്ട്. അതുള്ളതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് കഴിക്കുന്നത്. പറയില്ല, എല്ലാവരും വെജ് ബിരിയാണി കഴിക്കുക. വെജ് ബിരിയാണി ഹെൽത്തി ഓപ്ഷൻ തന്നെ. ഹെൽത്തി കുട്ടാ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി. ആദ്യം വെജ് ബിരിയാണി എന്നെല്ലാം വിചാരിച്ചോ, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലത്തെ അങ്ങനത്തെ വിചാരിച്ചത്. നോക്കുമ്പോൾ ഏകദേശം ഒരു ബിരിയാണി ടൈപ്പ് ചിക്കൻ ബിരിയാണീൻ്റെ അതേപോലത്തെ ഒന്ന് കിട്ടിയേ. പിന്നെ ചെറുങ്ങനെ വെജ് ബിരിയാണി ഉണ്ടായിരുന്നു. അല്ല ചെറുങ്ങനെ വെജ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അദ്ദേഹത്തിനൊന്ന് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് ആദ്യം ഇവൻ പോയ പാടപ്പാട് 2 വെജ് പിന്നെ ഒരു കുഷ്കാന്നെല്ലാം മറ്റേ ഓർഡർ ചെയ്തതാണ്. നോക്കുമ്പോൾ സാധനം അടിപൊളി അല്ലേ. ഇതിനുണ്ട് എത്ര 10 എത്ര ഉണ്ട്? 10 9. പനീർ കിട്ടിയോണ്ട് 9 പനീറുണ്ടേനും. എന്നാൽ പനീർ അങ്ങനെ കിട്ടുന്നില്ല എടുക്കുന്നു. പനീർ കിട്ടി, പ്രോട്ടീൻ ആയി. അപ്പം 10 9. അപ്പോൾ ഋഷി എനിക്ക് കുഷ്കയല്ലേ കിട്ടിയേ? കുഷ്ക കിട്ടിയോണ്ട് ഞാൻ ഹാപ്പിയാണ്. അതിൽ അവരറിയാണ്ട് അവരുടെ നിന്ന് ഒരു പീസും കൂടി വീണു. ഡബിൾ ഹാപ്പി. ഞാൻ ആദ്യം തിരിച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു വേണ്ട, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ തിന്നു. സെറ്റ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആളും സബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്തേക്ക്.
അപ്പോൾ ഇനിയിപ്പോൾ റൂം പോയിട്ട് ജസ്റ്റ് അങ്ങ് കിടന്നുറങ്ങും, പിന്നെ അതാ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി. അപ്പോൾ ഓക്കെ, ബൈ.